വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര സിറ്റിംഗ് നടത്താൻ റെഗുലേറ്ററി കമ്മീഷൻ. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങിക്കാനുള്ള KSEBയുടെ അപേക്ഷ നാളെ പരിഗണിക്കും. വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകിയേക്കും. RB സനൂപ് വിശദാംശങ്ങളുമായി. സനൂപ്, ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് പ്രതിഷേധമായും അമർഷമായും രൂപപ്പെടുന്നുണ്ട്. അവിടെ ഇടപെടേണ്ടത് വൈദ്യുതി വകുപ്പിൻ്റെ അത്യാവശ്യ സാഹചര്യമാണ്. അപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ അടിയന്തര എമർജൻസി സിറ്റിംഗിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? അത് വേഗത്തിലുണ്ടാകുമോ? സൈഫുദ്ദീൻ, അടിയന്തര ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. KSEBയുടെ അപേക്ഷകൾ തുടരെ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വളരെ വലിയ ആശ്വാസ വാർത്ത വരുന്നത്. 200 മെഗാവാട്ട് കൂടി വാങ്ങാൻ വേണ്ട ഒരു അനുമതി നാളെ തന്നെ നൽകാൻ വേണ്ടി ഒരു സിറ്റിംഗ് വെക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ₹2.93 എന്ന നിരക്കിൽ 200 മെഗാവാട്ട് വൈദ്യുതി ഒരു വർഷത്തേക്ക് വാങ്ങിക്കാൻ വേണ്ട നടപടി നാളെ ആരംഭിക്കും. അതിന്റെ അനുമതി നാളത്തെ പൊതു തെളിവെടുപ്പിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. നേരത്തെ തന്നെ ഒരു 200 മെഗാവാട്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരുന്നു. അത് പക്ഷേ അടുത്ത വർഷത്തേക്ക് വേണ്ടിയാണ് ആ 200 മെഗാവാട്ട് വാങ്ങുന്നത്. ആ ഹിയറിംഗ് സമയത്ത് തന്നെ ഒരു 200 മെഗാവാട്ട് കൂടി വേണമെങ്കിൽ നൽകാൻ സന്നദ്ധത ഈ സെക്കി അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കൊടുത്ത അപേക്ഷയിന്മേൽ നടപടിയെടുക്കാൻ വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാളെ കിട്ടാൻ പോകുന്ന അനുമതി വാങ്ങാൻ പോകുന്ന 200 മെഗാവാട്ട് വൈദ്യുതി അത് ഈ മാസം തന്നെ, അത് എപ്പോഴാണ് കരാർ വയ്ക്കുന്നത് ആ മാസം തന്നെ ആ വൈദ്യുതി ലഭ്യമായി തുടങ്ങും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ലോഡ് ഷെഡിങ്ങിൽ വലിയൊരു ആശ്വാസം ഈ 200 മെഗാവാട്ട് കിട്ടുന്നതോടുകൂടി ഉണ്ടാവും. എന്നാൽ പോലും വൈദ്യുതിയുടെ അളവ് കുറവാണ്. 700 മെഗാവാട്ടിന്റെ വരെ കുറവ് ഉണ്ട്. അപ്പൊ അതും കൂടി പരിഹരിക്കാൻ വേണ്ട നടപടികൾ KSEB നോക്കുന്നുണ്ട്. മറ്റൊരു 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ഒരു പെറ്റീഷൻ കൂടി KSEB സമർപ്പിച്ചിട്ടുണ്ട്. അത് NTPCയിൽ നിന്ന് ഒരു വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയാണ് ആ ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ആ അപേക്ഷയിലും തീരുമാനമായാൽ ആ 200 മെഗാവാട്ട് കൂടി ഉടൻ തന്നെ ലഭിക്കും. അത് 5 രൂപയ്ക്ക് മുകളിലാണ് ആ വൈദ്യുതിയുടെ നിരക്ക് യൂണിറ്റിന്. ഇപ്പോൾ സെക്കിയിൽ നിന്ന് വാങ്ങാൻ പോകുന്ന നാളെ ഈ അപേക്ഷയിന്മേൽ നാളെ തീരുമാനമെടുക്കുന്ന ആ സെക്കിയിൽ നിന്ന് വാങ്ങുന്നതിന് വളരെ കുറഞ്ഞ നിരക്കാണ്. ₹2.93 എന്ന നിരക്കിൽ ആ വൈദ്യുതി ലഭ്യമായി തുടങ്ങും. നമുക്കറിയാം, രൂക്ഷമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. മഴ കുറവാണ്, താപനില ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് വലിയ പ്രതിഷേധങ്ങൾ മറ്റുമൊക്കെ നടക്കുമ്പോഴും അത് തരണം ചെയ്യാൻ വേണ്ട നടപടികളൊക്കെ തന്നെ KSEB സ്വീകരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തുടരെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കുന്നത്. എന്തായാലും ഈ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാകുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഈ 10 രൂപയ്ക്ക് മുകളിൽ യൂണിറ്റിന് വെച്ച് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ വൈദ്യുതി കമ്പനികൾ 24 മണിക്കൂറത്തേക്ക് വൈദ്യുതി വാങ്ങിച്ചാൽ മാത്രമേ തരൂ എന്നുള്ള ഡിമാൻഡ് മറ്റൊക്കെ വെച്ചിരുന്നു. നമുക്ക് ഒരു 1-2 മണിക്കൂറിനൊക്കെ വേണ്ടിയാണ് വൈദ്യുതി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഉയർന്ന വിലയ്ക്ക്. പക്ഷേ കമ്പനികൾ 24 മണിക്കൂർ വാങ്ങണം എന്നുള്ള ഡിമാൻഡൊക്കെ വെച്ചിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ ഒരു അപേക്ഷയിൽ മേൽ തീരുമാനമാകുമ്പോൾ വലിയ ആശ്വാസമായിട്ട് മാറുക.